നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. എല്ലാവരും എന്നോട് കമൻസ് ചിലപ്പോൾ കാണാറുണ്ട്, തേർഡ് പാർട്ടി റീഡിങ് മാത്രം എന്തുകൊണ്ട് ഇടുന്നത്, വേറെ റീഡിങ്സ് ഒന്നും കാണുന്നില്ല. നിങ്ങളതിൽ നോക്കി തന്നെ അറിയാം, നമ്മൾ ഏത് റീഡിങ് ഇട്ടാലും തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളവരാണ് ഇന്നത്തെ സമയത്ത് കൂടുതലുള്ളവർ. അപ്പോൾ അവരാണ് കൂടുതൽ വീഡിയോസ്, അവർക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാനാണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ അടുത്ത് റിക്വസ്റ്റ് വരുന്നത് തേർഡ് പാർട്ടി കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ടാണ്. ഒരു കരിയറിനെ കുറിച്ച് അറിയണമെന്നോ, അല്ലെങ്കിൽ ചില സമയത്ത് റിലേഷൻഷിപ്പിലുള്ള ആളെക്കുറിച്ച് അറിയണമെന്ന് പറയാം. പക്ഷെ മെജോറിറ്റി വരുന്നത് തേർഡ് പാർട്ടി കണക്ഷനിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ഥിതിയിൽ തേർഡ് പാർട്ടി കണക്ഷനാണ് കൂടുതലെന്നാണ് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിക്വസ്റ്റ് വരുമ്പോൾ ഞാനത് ഇടാറുണ്ട്. കാരണം തേർഡ് പാർട്ടി കണക്ഷനിൽ ഇരിക്കുന്നവർ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ചിലർക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാനുള്ള പേയ്മെൻറ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് ജനറൽ റീഡിങ്ങിലായിട്ട് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തേർഡ് പാർട്ടി റീഡിംഗ് ഇടുന്നത് കൂടുതൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് വേറൊരു തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കും. അപ്പോൾ എന്താണ് നടക്കുന്നത്, തേർഡ് പാർട്ടി ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ, ഇതൊന്നും അറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് എനിക്ക് റിക്വസ്റ്റ് അയക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്നിടുന്നത്. തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവരുടെ കറണ്ട് എനർജി ഇതാണ്. 1, 2, 3 ആർക്ക് വേണമെങ്കിൽ, ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് വിഷമമുള്ള കുറേ സത്യങ്ങൾ ഇതിനകത്ത് കാണും. അപ്പോൾ ഞാനത് പേഴ്സണൽ റീഡിങ്ങും അതെ കാണുമ്പോൾ ടാരോ റീഡിങ്ങിൽ എന്താണോ കാണിക്കുന്നത് അത് അങ്ങനെ തന്നെ ഞാൻ പറയാറുണ്ട്. അത് ചിലരെ വേദനിപ്പിക്കാറുണ്ട്. പക്ഷെ എന്നാലും പച്ചയായ കാര്യം നിങ്ങൾ റീഡിങ് കാണുന്നത് ശരിക്കുള്ള കാര്യം അറിയാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത് പോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ചിലർക്ക് അത് വേദന ഉണ്ടാക്കും, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേത് കാർഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഈ കാർഡ്സ് കണ്ടിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കരുത്, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെയും തേർഡ് പാർട്ടിയുടെയും എനർജിയാണ്. പിന്നെയുള്ളത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് തേർഡ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, പിന്നെ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്, ഫൈനലി ഇപ്പോൾ എന്താണ് അവരുടെ സിറ്റുവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാർഡ് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. നമ്മൾ ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭവാനി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരാണോ നിങ്ങളുടെ പേഴ്സൺ, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ ഈ റീഡിങ് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഇത് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഈ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന ഓറക്കിൾ മെസ്സേജാണ്. ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന, യൂണിവേഴ്സോ എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് തരുന്ന ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭഗവാനെ 2, 3, 4. അപ്പോൾ നമുക്ക് പോകാം. അതിൽ തന്നെ ഒരു കാർഡ് വന്നു കഴിഞ്ഞു. ക്രോസ് റോഡ്, ചൂസ് ദ റൈറ്റ് പാത്ത്. ഇനി കാർഡ്സ് വരുമെന്ന് നോക്കാം. ഇതൊരു മേജർ കാർഡാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ക്രോസ് റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വഴിത്തിരിവിലാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുക്കണം, ഒരു വഴി നിങ്ങൾ ചൂസ് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളൊരു കാര്യം സെലക്ട് ചെയ്യണം. കൂടെ നിൽക്കണോ, അകന്നു പോകണമോ, അതായിരിക്കും മിക്കവാറും. ഇതൊരു തേർഡ് പാർട്ടി റീഡിംഗ് ആണല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിലുള്ള കറക്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചറിന് എന്താണ് നല്ലത്, ആ വഴി തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ദൈവത്തിൻ്റെ സഹായം
ആവശ്യപ്പെടണമെന്നാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. അപ്പോൾ ആദ്യം ഇവർ തമ്മിൽ ഭയങ്കര അട്രാക്ഷനൊക്കെ ആയിരുന്നു, ഭയങ്കര പാഷൻ ആയിരുന്നു, ഭയങ്കര അഡ്വഞ്ചർ ലവിങ് രണ്ടുപേരാണ്, ഒരേപോലത്തെ ചിന്താഗതിയുള്ള രണ്ടുപേരാണ്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടാണ് കുറേ നാളിത് പോയത്. പക്ഷെ ഇപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കെട്ടടങ്ങി. അപ്പോൾ രണ്ടുപേരും പുതുമ ആഗ്രഹിക്കുന്ന രണ്ടുപേരായിരിക്കാനാണ് ചാൻസ്. കാരണം പുതുമ നഷ്ടപ്പെടുമ്പോഴാണ് രണ്ടുപേരും നല്ല പരിചയമായി കൂടുതൽ അടുപ്പമാകുമ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോൾ പണ്ടത്തെ ആ ഒരു പാഷനൊന്നും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലില്ല എന്നാണ് കാണിക്കുന്നത്. ഇത് ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻസ് ആണിത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത പോലെ ഇത് ചൂസ് ചെയ്തത് തെറ്റായി പോയി എന്ന് ആർക്കോ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പണ്ടത്തെ പോലെ അത്ര വലിയ ഹാപ്പിയോ എക്സൈറ്റഡ് ഒന്നും അല്ല. ഇവർ രണ്ടുപേരും തമ്മിൽ ബോറടിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അടിയും ബഹളമായിട്ടുണ്ടാവാം. ഇപ്പോൾ എടുത്ത ചോയ്സ് തെറ്റായി പോയി, ധൃതി പിടിച്ചാണ് ഞാനൊരു തീരുമാനം എടുത്തത് എന്നൊരു ചിന്ത ഇവിടെ വരുന്നുണ്ട്. അക്വേറിയസ് സോഡിയാക് സൈൻ ആണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? നാലാമത്തെ ഷഫിൾ. ഓക്കെ, ഇനി നമുക്ക് കാർഡ്സ് എടുക്കാം. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ജനറലി തേർഡ് പാർട്ടി ഒരു ഡിസിപ്ലിൻഡ് അല്ലാത്ത ജീവിതം ജീവിക്കുന്ന ഒരാളാണ്, പെണ്ണായാലും ആണായാലും. അപ്പോൾ അവർ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ, ഇപ്പം നിങ്ങളായിട്ടാണെങ്കിൽ തന്നെ അവരുടെ കൂടെയുള്ള ആൾ കുറച്ചും കൂടെ പിടിപ്പുള്ള ആളായിരിക്കണം, കുറച്ച് ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിച്ചത് പേഴ്സൺ കുറച്ചും കൂടെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളായിരുന്നെങ്കിൽ എന്നാണ് തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടിയുടെ അതേ സ്വഭാവമാണ്. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പം അവർക്കങ്ങ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അവർ അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കുറച്ച് പതുക്കെയാണ് തീരുമാനം എടുക്കുന്നത്. സ്വന്തം കാര്യം വരുമ്പോൾ പേഴ്സൺ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുമെങ്കിലും മറ്റുള്ളവരുടെ കാര്യം വരുമ്പോഴത്തേക്കും പേഴ്സൺ കുറച്ച് സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് തേർഡ് പാർട്ടി വിചാരിക്കുക. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആയ, പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന, കുറച്ച് മെച്യൂർഡ് ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് തേർഡ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവർ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു ലോങ് ടേം പ്ലാൻ ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. മനസ്സിലായി? ചിലപ്പോൾ രണ്ടുപേരും ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ട്രെക്കിങ്ങിന് പോകാം, ഹിമാലയാസിൽ പോകാം, അവിടെ പോകാന്നൊക്കെ പ്ലാൻ ഇടുമെങ്കിലും പിന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ. അപ്പോൾ തേർഡ് പാർട്ടി വിചാരിക്കും നിങ്ങളുടെ പേഴ്സൺ പൈസ ഇടുമെന്ന്, പേഴ്സൺ വിചാരിക്കും തേർഡ് പാർട്ടി പൈസ ഇടും. ചിലവ് എടുക്കുന്നത് ആരാണെന്നൊരു സംശയം ഇവർ തമ്മിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ രണ്ടുപേരും മറ്റുള്ളവരുടെ ചിലവിൽ ജീവിക്കുന്ന ആളുകളാണ്, സ്വന്തമായിട്ടുള്ള പൈസ ചിലവാക്കാൻ മടിയുള്ള ആളുകളാണ്. അപ്പോൾ തേർഡ് പാർട്ടി എക്സ്പെക്ട് ചെയ്തിരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അപ്പോൾ പേഴ്സൻ്റെ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കാമെന്നാണ് തേർഡ് പാർട്ടി വിചാരിച്ചിരുന്നത്. പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ പൈസ ഇറക്കുന്നില്ല, തേർഡ് പാർട്ടി പൈസ ഇറക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അത് തേർഡ് പാർട്ടിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ്, ഓക്കെ ഈ പേഴ്സൺ വന്നതുകൊണ്ട് എല്ലാം ശരിയാകും എന്നൊരു പ്രതീക്ഷ തേർഡ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ശരിയാവുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് എവിടെയോ കിടക്കുന്ന കാര്യങ്ങൾ അതുപോലെയല്ല നടക്കുന്നത്. അപ്പോൾ അതിനൊരു തേർഡ് പാർട്ടിക്ക് ഒരു അമർഷമുണ്ട് കേട്ടോ. പക്ഷെ വഴക്ക് ഒഴിവാക്കാനായിട്ട് ഇവർ രണ്ടുപേരും തേർഡ് പാർട്ടി പരിശ്രമിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഒരു വഴക്കിലേക്ക് പോകുന്നില്ല, മനസ്സിലായോ? അപ്പോൾ കാരണം വഴക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഓക്കെ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അപ്പോൾ നിങ്ങൾ പൈസ എടുക്കുന്നപ്പോൾ എടുക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ കാൽക്കുലേഷൻ വരുമ്പോൾ ഇത്രയും കാര്യം നീ നോക്കണോ, ഇത്രയും കാര്യം ഞാൻ നോക്കാം എന്ന് പറയുമ്പോൾ
ആ കാര്യങ്ങൾ നോക്കാനുള്ള മനസ്ഥിതി രണ്ടുപേർക്കുമില്ല. രണ്ടുപേരും മറ്റുള്ളവരുടെ മുതുകത്ത് തൂങ്ങി നടക്കുന്ന ആളുകളാണ്. അങ്ങനെയാണ് ജീവിച്ച ശീലം, അങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അധ്വാനിച്ച് പണം ഉണ്ടാക്കാനോ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുടക്കാനോ നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിക്കോ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അപ്പോൾ തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻസ് നിങ്ങളുടെ പേഴ്സൺ മീറ്റ് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ആ പണ്ട് കണ്ട് പരിചയപ്പെട്ടപ്പോൾ എല്ലാ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി, മനസ്സിലായോ? പക്ഷേ ഇത് അവർ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മറച്ചു വെച്ചേക്കാണ്. കാരണം ഇത് സംസാരിച്ചു തുടങ്ങിയാൽ വലിയൊരു വഴക്കുണ്ടാവും ഇവിടെ. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഇത് മിണ്ടാതിരിക്കുകയാണ്. ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അതുപോലെ തേർഡ് പാർട്ടി വിചാരിച്ചു എല്ലാ ദിവസവും പാർട്ടി ഉണ്ടാവുമെന്ന്. പക്ഷെ അതൊന്നും ഇല്ല. റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പാർട്ടി ഒന്നുമില്ല. പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ തേർഡ് പാർട്ടി പൈസ ചിലവാക്കണം എന്നൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഒട്ടും ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ചില കാര്യങ്ങളിൽ അവർ എന്താ പറയുക വാക്ക് തർക്കം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ചില കാര്യങ്ങൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ്, രണ്ട് തരം അഭിപ്രായം ഉണ്ടെങ്കിലും അത് റെസ്പെക്റ്റ് ചെയ്യും തേർഡ് പാർട്ടി എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ റിലേഷൻഷിപ്പിൽ ചില സമയത്ത് നമ്മളുടെ പേഴ്സൺ നമുക്ക് ഇഷ്ടമില്ലാതെ ആ പേഴ്സൺ 90% പെർഫെക്റ്റ് ആയിരിക്കും. ഒരു 10% ഇംപെർഫെക്റ്റ് ആകുമ്പോൾ ആ ഇംപെർഫെക്ഷൻ കൂടെ നമ്മൾ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ അത് പക്ഷേ പേഴ്സൺസിന് അത് ബുദ്ധിമുട്ടാവാൻ വഴിയുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ എല്ലാ സ്വഭാവവും അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും പിന്നെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ വെറുതെ വെള്ളമടിച്ച് വഴക്കുണ്ടാക്കുക, വെള്ളമടിച്ച് അഹങ്കാരം കാണിക്കുക, സാധനങ്ങൾ തല്ലിപ്പൊളിക്കുക, അതുപോലെ ആൾക്കാരോട് വെറുതെ ബഹളം ഉണ്ടാക്കുക, മനസ്സിലായോ? ഈഗോ കാണിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ആദ്യമൊക്കെ തേർഡ് പാർട്ടി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു തേർഡ് പാർട്ടി ഈ പേഴ്സൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചത്. പക്ഷെ തേർഡ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത് ഇപ്പം. അപ്പോൾ അതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പറ്റുന്നില്ല. ആ ഒരു തിരിച്ചറിവ്, ഒരു ടവർ മൊമെന്റ് ഇവർ തമ്മിൽ വലിയൊരു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങളുടെ പേഴ്സൺ ചെയ്തപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ സൗമ്യമായിട്ടല്ല തേർഡ് പാർട്ടി പറഞ്ഞത്. തേർഡ് പാർട്ടി ചിലപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. അതാണ് ഇവിടെ ഒരു ടവർ മൊമെന്റ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കൺഫ്യൂഷനിലാണ്. ആദ്യം ഇപ്പോൾ ഉള്ള ഒരു തേർഡ് പാർട്ടി അല്ല ഇപ്പോൾ കാണുന്നത് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്, മനസ്സിലായോ? അപ്പോൾ ഏരീസ് സ്കോർപ്പിയോ അതാണ് കാണിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഇത് ഇപ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും അത് വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ തുടങ്ങിയപ്പോഴേ തേർഡ് പാർട്ടി ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ചില സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ ഈ കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ നമ്മൾ പറയില്ല, ആദ്യമൊക്കെ അത് രസമായിരിക്കും. പിന്നെ അടി തുടങ്ങുമ്പോഴാണ് രണ്ടുപേരും തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയാൽ വഴക്കായിരിക്കും. അത് തുടക്കത്തിലുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാറും. അപ്പോൾ ആ ഒരു ചുറ്റും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു ഇത് വർക്ക് ചെയ്ത് തേർഡ് പാർട്ടിയെ പേഴ്സണിൻ്റെ വരുതിക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായപ്പോഴാണ് കാര്യങ്ങളുടെ സീരിയസ്നെസ് നിങ്ങളുടെ പേഴ്സണും മനസ്സിലായി തുടങ്ങിയേക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് എന്താണ് ഫീലിങ്സ്? തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് എന്താണ് ഫീലിങ്സ്? ഫ്രസ്ട്രേഷൻ ആണ്. തേർഡ് പാർട്ടി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. ഒന്നും ശരിയാവുന്നില്ല, ഒരു ബാലൻസ് കിട്ടുന്നില്ല, ഒരു എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇത് വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ എന്നാണ് തേർഡ് പാർട്ടി വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഫീലിങ്സ് വലിയ ഇതൊന്നുമില്ല. തേർഡ് പാർട്ടി ഫിനാൻഷ്യലി നിങ്ങളുടെ പേഴ്സണ് കുറേയൊക്കെ നിങ്ങളുടെ പേഴ്സണിൻ്റെ കാര്യത്തിൽ തേർഡ് പാർട്ടി പൈസ കൊടുത്തെങ്കിലും ഇനി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായോ? അപ്പോൾ മറ്റുള്ളവരുടെ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലായത് കൊണ്ട് തേർഡ് പാർട്ടി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ കൂടെ നിൽക്കുന്നത് ഒരു അഭിനയം മാത്രമാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വയലൻ്റ് ആവുമായിരിക്കും,
ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിക്ക് നല്ല തിരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. തേർഡ് പാർട്ടിക്ക് പക്ഷെ നിങ്ങളുടെ പേഴ്സണെ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഈ പേഴ്സൺ ഭയങ്കര വയലൻ്റ് ആയിട്ട് പ്രതികരിക്കുന്ന ആളാണെന്ന് മനസ്സിലായത് കൊണ്ട് തേർഡ് പാർട്ടി വളരെ സ്മാർട്ടായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകണം എന്നുണ്ട്, പക്ഷെ അവരത് ചെയ്തിട്ടില്ല ഇതുവരെ കേട്ടോ. സാജിറ്റേറിയസ്, വെർഗോ, പൈസീസ് ക്യാരക്ടർ സോഡിയക് സൈനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഒരു ഓഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വലിയ ഗുണം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ നിങ്ങളുടെ പേഴ്സൺ ഇല്ല. കാരണം ഇവിടെ ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഒരു ഓഫർ കൊടുക്കുന്നത് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം റിലേഷൻഷിപ്പ് ഓൾറെഡി പൊട്ടയായി, മനസ്സിലായി. എക്സ്പെക്ടേഷൻസ് അത്രയൊന്നും വന്നില്ല ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി ഉഴപ്പാണെന്ന ഒരു ബോധം നിങ്ങളുടെ പേഴ്സണൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫർ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് തേർഡ് പാർട്ടി പൊക്കോട്ടെ എന്നാണ്. പക്ഷെ ഈ പേഴ്സണായിട്ട് ഒരു ഡിസിഷൻ എടുക്കില്ല. നിങ്ങളുടെ പേഴ്സണായിട്ട് തേർഡ് പാർട്ടിയെ ഇറക്കി വിടാൻ നോക്കില്ല. തേർഡ് പാർട്ടി തന്നെ പൊക്കോട്ടെ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. എന്തായാലും ഇനി ഓഫർ കൊടുക്കണമെന്ന് ആലോചിക്കുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷെ എന്നാലും കൊടുത്തിട്ട് കാര്യമില്ല. കാരണം തേർഡ് പാർട്ടി ഉഴപ്പാണെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതാണ് തേർഡ് പാർട്ടി. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് അവരുടെ സിറ്റുവേഷൻ? ഇതാണ് ഇവരുടെ ഫീലിങ്സും എക്സ്പെക്റ്റേഷൻസ് ഒക്കെ. ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ എന്താണ്? ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഹാർഡ് ബ്രേക്കൊക്കെയാണ്. ആദ്യമൊക്കെ ഭയങ്കര എന്താ പറയുക, രണ്ടുപേരും വഴക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷെ മനസ്സിലായി ഇത് ഇങ്ങനെ തന്നെ ആണ്, ഇവിടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും രണ്ട് സൈഡിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടുപേരും ഈഗോ ഉള്ളവരാണ്, രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന രണ്ടുപേരാണ്, മനസ്സിലായി. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ലോങ് ടേമിൽ പറ്റില്ല എന്ന്. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കണമെന്ന് തന്നെയാണ് രണ്ടുപേരുടെയും ആഗ്രഹം. പിന്നെ അവർ പരിചയപ്പെട്ടപ്പോൾ ഉള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു ഓർമ്മയിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് അവരുടെ ഇതിനു മുമ്പുള്ള ചിലപ്പോൾ രണ്ടുപേർക്കും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ള ആളാണ്, തേർഡ് പാർട്ടിക്കും അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ, കാരണം അവർ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിലേക്ക് തിരിച്ചു പോകണം എന്ന് അവർ വിചാരിക്കും. പക്ഷെ ഇവർ തമ്മിലുള്ള കണക്ഷൻ അല്ല. ഇവർ കണക്ഷൻ ആവുന്നതിന് മുമ്പ് ഇവരുടെ ലൈഫിൽ ആരാ ഉണ്ടായിരുന്നത്, അവരിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും വളരെ സ്വകാര്യമായിട്ടാണ് ഈ കാര്യം വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഓറക്കിൾ മെസ്സേജ്, നിങ്ങളൊരു വഴിത്തിരിവിലാണെന്ന് പറഞ്ഞു. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ പേഴ്സണ് വേണ്ടി വെയിറ്റ് ചെയ്യണമോ? കാരണം ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാൾ, ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാലും എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും? ഇനി വേറൊരു തേർഡ് പാർട്ടി വരുമ്പോൾ ഈ പേഴ്സൺ അവരുടെ കൂടെ പോവില്ല. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. ഈ പേഴ്സണിൻ്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി. തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്, അത് ഈ പേഴ്സൺ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ലൈഫ് ലോങ് ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഈ തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സഹായം എടുക്കണം. അപ്പോഴേ നിങ്ങൾക്കൊരു വഴിത്തിരിവ്, ഏത് വഴിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞാലാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതല്ലെന്ന് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് തരും യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലീബ്ര, സ്കോർപിയോ, വെർഗോ, പൈസീസ്, സാജിറ്റേറിയസ്, സ്കോർപിയോ, ഏരീസ്, Cancer, Aquarius. ഓക്കെ, ഇത്രയുമാണ് സോഡിയാക് സൈൻ നമ്മൾ കണ്ടത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജിയാണത്.
നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആരാണ്, നിങ്ങളുടെ മനസ്സിലുള്ള ആ പേഴ്സണെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ ഈ റീഡിങ് കാണണം. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജാണിത് കേട്ടോ. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്. ശിവരാത്രി വരുന്നുണ്ട്, അടുത്ത ബുധനാഴ്ചയാണ് ശിവരാത്രി. അപ്പോൾ ചിലർക്ക് ശിവരാത്രിയോടനുബന്ധിച്ച് അവരുടെ സോൾമേറ്റ് കണക്ഷൻ വരും എന്നൊക്കെ നമ്മൾ റീഡിങ്ങിൽ കണ്ടായിരുന്നു, പേഴ്സണൽ റീഡിങ്ങിൽ. അപ്പോൾ അതിന് അങ്ങനെ ഒരു കണക്ഷൻ വരാൻ വേണ്ടി അങ്ങനെ റീഡിങ്ങിൽ കണ്ടവർ പ്രാർത്ഥിക്കണം, മനസ്സ് ഇരുത്തി പ്രാർത്ഥിക്കണം ദൈവത്തിനോട് കേട്ടോ. അപ്പോൾ വരുന്നില്ല, കാർഡ് വീഴുന്നില്ല. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തന്നെ. ഇമോഷണൽ കൺട്രോൾ ആണ് പറയുന്നത്. വേറെ കാർഡ്സ്, വേറെ ഒരു കാർഡും കൂടെ വന്നിട്ടുണ്ട്. ചേഞ്ച്, ഇമോഷണൽ കൺട്രോൾ വെക്കണമെന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ കുറച്ച് ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് ആ സിറ്റുവേഷൻ കണ്ടിട്ട് ഇമോഷണലായിട്ട് ചിന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് പെരുമാറണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ലതുമാകാം ചീത്തയുമാകാം. എന്ത് തന്നെയാണെങ്കിലും ഈ വരുന്ന ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചേഞ്ച് ആണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി ഹാർട്ട് ബ്രേക്ക് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. അപ്പം മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവർ രണ്ടുപേരും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. തമ്മിൽ വേദനിപ്പിക്കുന്നുണ്ട്, വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും. അതേ കാർഡ് തന്നെ പിന്നെ ഞാൻ കണ്ടത് ഇവിടെ ത്രീ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് അവർ റിക്കവർ ചെയ്ത് വരുന്നുണ്ടാവാം. ആദ്യമൊക്കെ നമുക്ക് ഒരാൾ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊപ്പം പെരുമാറാതിരിക്കും, ആദ്യം നമുക്കൊരു ടെൻഷൻ സർപ്രൈസ് ആയിരിക്കും, പിന്നെ നമുക്കത് വേദനയാവും. പിന്നെ വേദന നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കും തോറും ആ വേദന നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും വേദനയോട്. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോവുക. അതല്ല നമ്മൾ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുക, ആ വേദന നമുക്ക് എടുക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. മിക്കവരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല, അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ആ വേദന പിന്നെ ഒരു കംഫർട്ടായിട്ട് മാറുകയാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ ഇവർ തമ്മിൽ ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആണ്. ഇവർ രണ്ടുപേരും തമ്മിൽ വേദനിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, രണ്ടുപേരും കൺട്രോൾ ഫ്രീക്കാണ്. അപ്പോൾ ആർക്കാണ് റിലേഷൻഷിപ്പിൽ കൂടുതൽ കൺട്രോൾ, ആരാണ് കൂടുതൽ സ്ട്രോങ്, ആര് പറയുന്നതാണ് ശരി? എപ്പോഴും കോമ്പറ്റീഷനും എപ്പോഴും വാക്ക് തർക്കവും. അപ്പോൾ ഇവിടെ ജയിക്കാൻ വേണ്ടി മറ്റേയാളെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത്? തേർഡ് പാർട്ടി നിങ്ങളിൽ പേഴ്സണിൽ എന്താണ് ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്? നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് തേർഡ് പാർട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് തേർഡ് പാർട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്, ഒരു കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത്.
ഏത് സിറ്റുവേഷനിലും തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ കൺട്രോളിൽ വരുത്താൻ നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നുണ്ട്. അതിനെല്ലാ വഴിയും, നേരെയുള്ള വഴിയും വളഞ്ഞ വഴിയും എല്ലാം നിങ്ങളുടെ പേഴ്സൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല വേണ്ടത്. തേർഡ് പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്ന ആളുകളെ തേർഡ് പാർട്ടിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആദ്യമൊക്കെ ഇവരെ പരിചയപ്പെട്ടപ്പോഴൊക്കെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി പറയുന്നത് അങ്ങനെ തന്നെ മീൻസ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് വെച്ചിരുന്നു. തേർഡ് പാർട്ടി വിചാരിച്ചിരുന്നത് ഇവർ സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ്. പക്ഷേ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ചീറ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണല്ലോ തേർഡ് പാർട്ടിയിലേക്ക് പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കും, നമ്മളെ സ്നേഹിക്കുന്ന ആൾ നമ്മളറിയാതെ വേറൊരാളെ സ്നേഹിക്കുമ്പോൾ അല്ലേ, അപ്പോൾ അവരെ മനസ്സിലാക്കണ്ടേ? എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ 2 പേര്, ഇതിൽ ഒരാൾ വേറൊരാളെ സ്നേഹിക്കുന്നു ഇവരറിയാതെ. അപ്പോൾ ഈ മൂന്നാമത് വന്നേക്കുന്ന ആൾ മനസ്സിലാക്കണ്ടേ, ഒരാൾ ഓൾറെഡി ചതിക്കുന്ന ഒരാൾ എന്നെയും എന്തെങ്കിലും ചതിക്കാമെന്നൊരു ബോധം വേണ്ടേ? അപ്പോൾ ആ ഒരു ബോധം ഈ തേർഡ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. തേർഡ് പാർട്ടി വിചാരിച്ചു. അപ്പോൾ ഈ തേർഡ് പാർട്ടി കണക്ഷൻ്റെ സമയത്ത് കുറേ നുണകൾ പറയും. ചിലപ്പോൾ ഭാര്യ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് അങ്ങനെയാണ്, ബോയ് ഫ്രണ്ട് അങ്ങനെയാണ്, എന്നും അടിയും ബഹളമാണ്, കുടിയും ബഹളമാണ്, ചിലവിനൊന്നും തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സെൻറ്റിമെൻറ്റ്സ് അടിച്ചിട്ടാണ് ചിലപ്പോൾ നുണയായിരിക്കും പറയുന്നത്. അങ്ങനെയായിരിക്കും തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ സിമ്പതിയായി പിന്നെ അവിടെ. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പം എന്ത് വേണമെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ എന്ന് പറയും. അവസാനം അങ്ങനെ വന്നിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് പാർട്ടികളെ ശരിക്കുള്ള സ്വഭാവം കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അയ്യോ ഇത് അബദ്ധം പറ്റിയതാണല്ലോ. അതാണ് ഇവിടുത്തെ തേർഡ് പാർട്ടി. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി. ഭയങ്കര കള്ളത്തരമുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലായി. ആദ്യം ഇവർ വിചാരിച്ച സോൾമേറ്റ് കണക്ഷനാണ്, അതുകൊണ്ടാണ് ഇവർ അംഗീകരിച്ചത്. പക്ഷെ ഇത് ഭയങ്കര കള്ളത്തരമുള്ള ഒരു എനർജിയാണെന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അവർ എക്സ്പെക്ട് ചെയ്തിരുന്നത് വളരെ ഒരു സപ്പോർട്ടായിരുന്നു. പക്ഷെ ഇതൊരു കൺട്രോൾ ഫ്രീക്കാണെന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഏരീസ്, ജെമിനായി സ്ട്രോങ് ആണ്, സ്കോർപിയോ. ഇത്രയും സോഡിയക് സൈൻ ആണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷനാണ് ഏറ്റവും മോശമായ സിറ്റുവേഷൻ. ഇനിയിപ്പോൾ ഞാൻ വേറെ ആരുടെ ആയിട്ട് റിലേഷൻഷിപ്പ് വെച്ചാലും എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ താഴെ പോകില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലും മോശമായ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ തേർഡ് പാർട്ടി എങ്ങനെയൊക്കെ ആയാലും ഇപ്പോഴത്തെ നിങ്ങളെ പോലെ നിങ്ങളുടെ പേഴ്സണാണ് ചിന്തിക്കുന്നത് തേർഡ് പാർട്ടി എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇതിനേക്കാളും വേഴ്സാണ്, എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനേക്കാളും അതിലും മോശമാകാൻ വഴിയില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയെ അംഗീകരിക്കാൻ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അംഗീകരിക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചത്. അപ്പോൾ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു എന്താ പറയുക, തേർഡ് പാർട്ടി ഇപ്പൊ തേർഡ് പാർട്ടിയെ കുറിച്ച് മനസ്സിലാക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാളും മോശമാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വാക്ക് തട്ടി പോകുന്നു. മനസ്സിലായി? തേർഡ് പാർട്ടി നിങ്ങളെക്കാളും മോശമാണെന്നാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായത്. വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഈ റിലേഷൻഷിപ്പിലേക്ക് പോയത്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, എവിടെയും ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. കാര്യങ്ങൾ അറിഞ്ഞു, തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഇവിടെ തേർഡ് പാർട്ടിയെ ഒരു മുട്ടയ്ക്ക് അടയിരിക്കുന്ന സർപ്പമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സർപ്പത്തിൻ്റെ സ്വഭാവമുള്ള ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ ഒരു ധൈര്യക്കുറവുണ്ട് നിങ്ങളുടെ പേഴ്സണ് ഇവിടെ. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് കയറിയപ്പോൾ സിറ്റുവേഷൻ ഭയങ്കര മോശമായി, എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഇതായിരുന്നു. തേർഡ് പാർട്ടി നിങ്ങളെക്കാളും ഭേദമാണ്, കുറേ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, സപ്പോർട്ടീവ് ആണെന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണും വിചാരിച്ചിരുന്നത്. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. എക്സ്പെക്റ്റേഷൻ എവിടെ കിടക്കുന്നത്, തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള സ്വഭാവം എവിടെ കിടക്കുന്നത്. അപ്പോൾ തിരിച്ചറിവായി കഴിഞ്ഞു, പക്ഷെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സണ്. ചിലപ്പോൾ മുട്ട കാണിക്കുന്നുണ്ട്, മുട്ടയ്ക്ക് അടിയിരിക്കുന്ന പാമ്പാകുമ്പോൾ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി ഓൾറെഡി പ്രഗ്നൻ്റ് ആയിരിക്കാം. ഒരു പ്രഗ്നൻസി ഇവിടെ കാണിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ്
പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോൾ? ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷേ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് വിവാഹം കഴിക്കണം എന്നുണ്ട്. ഇതൊരു ലോങ് ടേം. അത് ചിലപ്പോൾ തേർഡ് പാർട്ടി പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണമെന്നാണ്. അതിപ്പോൾ എന്താ പറയുക, തേർഡ് പാർട്ടിയും ഇതിനകത്ത് പെട്ടുപോയി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഒരു റീകൺസിലിയേഷൻ, ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണെങ്കിലും തേർഡ് പാർട്ടി ഒരു റീകൺസിലിയേഷന് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞിട്ട് ഇതെങ്ങനെയെങ്കിലും ഈ വഴക്കൊന്ന് ഒഴിവാക്കി തരണം, ഇതൊരു മാരേജിലേക്ക് കൊണ്ടുപോകണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ മാരീഡ് അല്ലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കല്യാണം കഴിക്കണമെന്ന് തേർഡ് പാർട്ടി. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ബഹളമാണ്. പക്ഷെ ഇപ്പോൾ അത് ചിലപ്പോൾ തേർഡ് പാർട്ടി പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും തേർഡ് പാർട്ടി ഒരു റീകൺസിലിയേഷൻ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സഹായം വേണം. കാരണം നിങ്ങൾ പേഴ്സണും തേർഡ് പാർട്ടിയായിട്ട് ഭയങ്കര അടിയാണ്, ഭയങ്കര ബഹളമാണ്, കുത്തി നോവിക്കുന്ന വാക്കുകളും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു. അതിപ്പോൾ പണിയായി. തേർഡ് പാർട്ടി ഇതിപ്പോൾ എങ്ങനെ തിരിച്ച് റിലേഷൻഷിപ്പ് റീകൺസൈൽ ചെയ്യാമെന്ന് ചിന്തിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ അറിയാമോ തേർഡ് പാർട്ടി മാരീഡ് അല്ല പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം? നിങ്ങളുടെ പേഴ്സൺ ഇത് രണ്ട് കാർഡും റെസിസ്റ്റൻസ് ചേഞ്ച് എന്നാണ് പറയുന്നത്. ഈ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലാണ് പേഴ്സൻ്റെ ആ ഫീലിങ്സ് തേർഡ് പാർട്ടിയോടുള്ള രണ്ട് റിലേഷൻഷിപ്പ് കട്ട് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷേ അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടിയോടുള്ള കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിക്കളയണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഒരു ബേർഡൻ നിങ്ങളുടെ പേഴ്സണൽ തലയിൽ വരും. കാരണം തേർഡ് പാർട്ടി പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പേഴ്സൻ്റെ തലയിൽ വരും. അത് വലിയൊരു ഫിനാൻഷ്യൽ ഇതാവും. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഭയങ്കര പണമുള്ള ഒരാളാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും, ഇവിടെ കൂടുതലും പുരുഷനാവാനാണ് വഴി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാവുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന്. കാരണം ഇത് ഭയങ്കരമായ ഫിനാൻഷ്യൽ ഇത് വരാൻ പോകുന്നുണ്ട്, ഒരു ബേർഡൻ നിങ്ങളുടെ പേഴ്സൻ്റെ തലയിൽ വരാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഓടണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രെസ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. കാരണം ഇവിടെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പേഴ്സൻ്റെ തലയിൽ വരാൻ പോകുന്നുണ്ട്. ഈ കുട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെയാണോ അതോ വേറെ ആരുടെയെങ്കിലും ആണോ എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സണ് തീർച്ചയില്ല. അതല്ല, ഇപ്പം നിങ്ങളുടെ പേഴ്സണാണ്, സ്ത്രീയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ അവർ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇവിടെ വലിയൊരു കടപ്പാട് വരുമെന്ന് വിചാരിച്ചിട്ട് ഈ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടി വലിയ പൈസയൊന്നും ഇല്ലാത്ത ആളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും തേർഡ് പാർട്ടിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, തേർഡ് പാർട്ടി എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി പൈസ ഒന്നും കൊടുക്കാൻ വഴിയില്ല, കുട്ടിയെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കണക്ഷൻ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഉപേക്ഷിക്കാനായിട്ട് വളരെയധികം റെസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് പൊക്കോട്ടെ എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉറച്ച് വിശ്വസിക്കുന്നത്. ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷനാണെങ്കിലും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു ചേഞ്ച് വരുന്നതും. ഇമോഷണൽ കൺട്രോൾ വെക്കണം. നിങ്ങൾ അറിയുമ്പോൾ അത് വലിയൊരു പൊട്ടിത്തെറിയാവും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ വഴിത്തിരിവാകാൻ ഒരു വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും വഴി ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് പോകാനൊരു സ്ഥലമില്ലാത്ത പോലത്തെ സിറ്റുവേഷനാണ്. പക്ഷേ തേർഡ് പാർട്ടിയോട് ഒരു കണക്ഷൻ വെക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഇവരുടെ സിറ്റുവേഷൻ? അതാണ് നമ്മൾ അവസാനത്തെ ചോദ്യം. എന്താണ് ഇവരുടെ സിറ്റുവേഷൻ? നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ഈ രണ്ടുപേരും ഒരു പേഴ്സണൽ ക്ലോഷർ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബാധ്യതയായിട്ട് വരുന്നുണ്ട് രണ്ടുപേർക്കും. അപ്പോൾ ഇത് പുറത്തേക്ക് പോകണം, ഇതിന്ന് പുറത്തേക്ക് പോകണമെന്ന് തന്നെയാണ്. ഒരു മൂവ്മെന്റ് വേണം. ഇപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മൂവ്മെന്റ് വേണം. ഇതിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇതൊരു വിവാഹത്തിൽ കലാശിക്കണമെന്ന് മറ്റേ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാൾ റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്, മറ്റേ ആൾ ഇതിൽ നിന്ന് ചാടി പുറത്തേക്ക് ഓടണം എന്ന് ആഗ്രഹിക്കുന്നത്. അത് പെട്ടെന്ന് വേണം ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കാൻ. ഒരാൾ ഇമോഷണലി കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
പക്ഷേ അതിനുള്ള ഡിസിഷൻ എപ്പോൾ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോകണമെന്ന തീരുമാനം ഈ പേഴ്സൺ എടുത്തിട്ടില്ല. പല കാര്യങ്ങളും ആലോചിക്കാനുണ്ടാവാം. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഇവിടെ കള്ളത്തരം കാണിക്കുന്നുണ്ട്, സ്നേഹം അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ. മനസ്സിലായോ? കാരണം അവർ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങളുടെ പേഴ്സണൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ പൈസ നഷ്ടപ്പെടുമെന്നൊരു പേടിയുള്ളതുകൊണ്ട് അവരിപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആകണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നതിന് നിങ്ങളുടെ പേഴ്സൺ വേണ്ട, എനിക്ക് ഇതിനകത്ത് പുറത്തേക്ക് പോകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതും എത്രയും പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഒരാൾ സ്റ്റക്കാണ്, ഒരാൾ ഇതിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നില്ല കേട്ടോ. വെർഗോ പൈസീസ് സ്ട്രോങ് ആണ് ഇവിടെ. പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പിന്നെയും സ്കോർപ്പിയോ വരുന്നുണ്ട്. ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ജെമിനായി, ഏരീസ്, ക്യാൻസർ. ഇത്രയും സോഡിയക് സൈൻ ആണ് വരുന്നത് ഇവിടെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഞാനിതിവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ തേർഡ് പാർട്ടി കണക്ഷൻ്റെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ തമ്മിലെ എനർജിയാണിത്. ആദ്യം നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്, തേർഡ് കാർഡ്, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണിത്. ഭഗവാനെ അഡിക്ഷൻ, ഒബ്സെഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ഒബ്സെസ്ഡ് ആണോ, അഡിക്റ്റഡ് ആണോ? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇല്ലാണ്ട് പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആണോ? ഓം എന്നുള്ള കാർഡാണ് വന്നേക്കുന്നത്. യൂണിവേഴ്സൽ സൗണ്ടാണ്. അപ്പോൾ മനസ്സിന് ക്ലാരിറ്റി വേണം, അതാണ്. പിന്നെയും കുറച്ച് കാർഡ്സ് വീണിട്ടുണ്ട്. ഓം എന്ന് പറഞ്ഞ മന്ത്രം ജപിക്കണമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത്, നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ പൈസയേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു വഴിത്തിരിവിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം വേണം നിങ്ങൾക്ക് ശരിയായ വഴി ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രുദ്രമന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഹിന്ദുക്കളാണ് ജപിക്കുക. മറ്റുള്ളവർ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ധൈര്യത്തിനും മനസ്സിന് ക്ലാരിറ്റി കിട്ടാനും വേണ്ടിയിട്ട്. പിന്നെയുള്ളത് പവർ, ഈഗോ മാറ്റി വയ്ക്കണമെന്നാണ് പറയുന്നത്. ജ്ഞാനം കൊണ്ടുവരിക, സത്യം എന്താണെന്ന് കാണുക, സത്യം എന്താണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക, അതാണ് തൃശൂൽ. അന്ധകാരത്തിനെ അകറ്റി പ്രകാശം വരുത്തുന്നതാണ് ജ്ഞാനം. അപ്പോൾ അതാണ് തൃശൂലം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്? ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്ല, ഇപ്പോൾ അവർ റിലേഷൻഷിപ്പ് സറണ്ടർ ചെയ്തു. ഇതിപ്പോൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു സിറ്റുവേഷനിലാണ് ഇവർ രണ്ടുപേരും, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും. കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ ഒക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, ഇതിനൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല, ഇവിടെ ഒന്നും ബെറ്റർ ആയിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഒരു സിറ്റുവേഷനിൽ ഇവർ ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അടിയും ബഹളവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരാൾ ഭയങ്കര വയലൻ്റ് ആയ ഒരു എനർജിയാണ് കേട്ടോ. മറ്റേയാളാണെങ്കിൽ രണ്ടുപേരും കുതിച്ച് പായുന്ന രണ്ട് എനർജീസാണ്. ഒരാൾ വടിയെടുത്ത് അടിക്കാനും മടിയില്ലാത്തൊരു എനർജി, മറ്റേത് ഏത് പ്രതിസന്ധിയും ഭേദിച്ച് മുമ്പോട്ട് പോകാൻ രണ്ട് സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആണ് ഇവിടെ. അപ്പോൾ രണ്ടുപേരും തമ്മിലൊരു പിടിവലി ഉണ്ടാവാൻ വഴിയുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ
ഒരാൾ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ ഒരാൾ ശരീരം കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇഷ്ടമില്ലെങ്കിൽ അടിക്കുന്ന ഒരാൾ, മറ്റേ ആൾ മനസ്സുകൊണ്ട് സ്നേഹം കൊടുത്ത് ക്ഷമ കാണിച്ച് 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 മറ്റേ ആളെ കൺട്രോളിൽ വെക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി. ക്യാൻസർ, പൈസസ്, സോഡിയക് സൈനാണത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? 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 തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് വിവാഹമൊന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഒന്നും തേർഡ് പാർട്ടിക്ക് വേണ്ട. തേർഡ് പാർട്ടി വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ റിലേഷൻഷിപ്പിലേക്ക് കയറിയത്. അത് മിക്കവാറും ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാവാനാണ് വഴി. തേർഡ് പാർട്ടിക്ക് അത്ര വലിയ പൈസയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എവിടെയെങ്കിലും കിട്ടി അത് ഇത്രയും നല്ലതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹെർമിറ്റ് റിവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് വലിയ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോളജിബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ, ഇത് വെർഗോ ആണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട്, ഇത് വെർഗോ പൈസസ് ആണ്, ഇത് വെർഗോ ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൂടുതലും വളരെ കുറച്ച് ജ്ഞാനമുള്ള ആളാണ്, കുറച്ച് ദയയുള്ള ആളാണ്, കുറച്ച് ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നൊരു സിറ്റുവേഷനിലാണ് ഇവരെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇതൊരു ചാരിറ്റിന്ന് തുടങ്ങിയിട്ട് അത് വളരെ പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയതാണ്. ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണ് സഹതാപമാണ് തേർഡ് പാർട്ടിയോട്. പ്യോർലി തേർഡ് പാർട്ടിയാണത്. പക്ഷെ ഇതൊരു വിഷസർപ്പമാണ്. അത് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. ഇവിടെ എംപററും 6 ഓഫ് സ്വേർഡ്സും ആണ് കാണിക്കുന്നത്. ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ആള് കുറച്ച് ഭയങ്കര നിലയിലുണ്ടായിരുന്ന ഒരാള് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നേക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണ് ഇത് പ്യോർലി ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനം, അമ്മയുടെ സ്ഥാനം, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പക്ഷെ തേർഡ് പാർട്ടിയുടെ എക്സ്പെക്ടേഷൻസ് വേറെയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് തേർഡ് പാർട്ടി ഒന്ന് ഇമ്പ്രൂവ്, ചിലപ്പോൾ ഫിനാൻഷ്യൽ ഒരു കടയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം അതാണ്. മനസ്സിലായോ? തേർഡ് പാർട്ടി വലിയ പ്രതാപത്തിലിരുന്ന ആളാണ്. ഇപ്പം ആരും നോക്കാനില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ലൈഫ് ഒന്ന് കംഫർട്ടബിൾ ആക്കി കൊടുക്കുക, ഒരു ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കുക എന്നതാണ് തേർഡ് പാർട്ടിയുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം. പക്ഷേ തേർഡ് പാർട്ടി എങ്ങനെയാണ് ഈ ഒരു അധപ്പതനത്തിലേക്ക് വന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. മനസ്സിലായോ? അപ്പോൾ രണ്ടാമതൊരു ജീവിതം കൊടുക്കണമെന്ന് മാത്രമേ നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ശുദ്ധഗതിയെ തേർഡ് പാർട്ടി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവർ ഭയങ്കര സ്ട്രോങ് ആയ പേഴ്സണാലിറ്റിയാണ്. ആണാണോ പെണ്ണാണോ എന്നറിയില്ല. എന്തായാലും വളരെ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റിയാണ്. നല്ലോണം അഭിനയിക്കുന്ന, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവർ. അപ്പോൾ ഇവരുടെ പാസ്റ്റിലേക്ക് ഇവരുടെ അത്രയും ഒന്നും പ്രതാപം ഇവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരൊരു നിലയിൽ, ചിലപ്പോൾ ഒരു വളരെ നല്ല നിലയിൽ ജീവിച്ചിരുന്ന ഒരു സിനിമാ നടിയാവാം, സിനിമാ നടനാവാം, നാടക നടൻ, എന്തോ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആവാം. മനസ്സിലായോ? അതല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സിന് ഉടമയായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയിലാണ്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ആ സ്ഥിതി മെച്ചപ്പെടുത്തണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷെ തേർഡ് പാർട്ടി പണിയെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഫൂളാക്കുന്നുണ്ട് തേർഡ് പാർട്ടി. അപ്പോൾ
തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് എപ്പോൾ കാണുമ്പോഴും സംസാരിക്കുന്നത്, എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ ജീവിതം എങ്ങനെ ബെറ്റർ ആക്കാം, ഇവർക്ക് എന്തെങ്കിലും ബിസിനസ് ഇട്ട് കൊടുക്കാം, എന്തിലാണ് ഇൻട്രസ്റ്റ്, അപ്പോൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന അതിലാണ്. അപ്പോൾ ഇവരുടെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ പേഴ്സൺ നോക്കുന്നത്. പക്ഷെ ഇവർക്ക് മടിയാണ്, ഇവർ മറ്റുള്ളവരുടെ ചെലവിൽ കഴിയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും ഇഷ്ടമല്ല. മനസ്സിലായോ? അപ്പോൾ ഇവരൊരു ഭയങ്കര വിൽ പവർ ഉള്ള ഒരു ഇതാണ്. അവരുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവർക്കറിയാം. പക്ഷേ ഇവർ മേ ബി കാണാൻ ഇത്തിരി പൊക്കം, മീൻസ് അധികം ശക്തി ഇല്ലാത്ത പോലത്തെ ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. അതുകൊണ്ടുള്ള സിമ്പതിയിൽ നിന്ന് വരുന്ന നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് ഒരു ലയബിലിറ്റി ആയിട്ട് മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയെ കൊണ്ട് പണിയെടുപ്പിച്ചേ നിങ്ങളുടെ പേഴ്സൺ അടങ്ങുള്ളൂ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ സീക്രട്സ് കുറേ ഉണ്ടാവാം, അവരുടെ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ, അതെല്ലാം പുറത്ത് വരുമെന്ന് തേർഡ് പാർട്ടിക്ക് ഒരു പേടിയുണ്ട്. അപ്പോൾ ഇവർക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നു ആദ്യം. അങ്ങനെയാണ് ഇവർ ജീവിതത്തിൽ നിന്ന്, അവരുടെ ഫാമിലിയിൽ നിന്നൊക്കെ അകന്നു പോയതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ പേഴ്സണോട് ഒരു തേർഡ് പാർട്ടി കണക്ഷൻ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു രീതിയിലല്ല ഈ തേർഡ് പാർട്ടിയെ കാണുന്നത്. മനസ്സിലായോ? ഇവർ സമയം നോക്കിയിരിക്കുകയാണ് എങ്ങനെയാണ്. ഇവർ ശരിക്കും ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾ ഈ വളരെ റിമോട്ടായ സ്ഥലത്തൊക്കെ പോയിട്ട് ആളുകൾ വീഡിയോ ഒക്കെ എടുത്തയക്കില്ല, അവിടെ ലൈറ്റ് ഇല്ല, വളരെ ശാന്തമായ പ്രദേശം, ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ഫാമേഴ്സിനെ പോലെ ആട് മേയ്ക്കുന്ന ആളുകൾ. അപ്പോൾ അവർ അത്ര വലിയ ലക്ഷറി ഒന്നുമില്ല, വലിയ വലിയ വണ്ടികളൊന്നുമില്ല. അവർ വളരെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം. അവിടെ ചെന്നിട്ട് ഈ ലക്ഷറി സിറ്റിയിൽ നിന്ന് പോകുന്ന ആൾ അവിടെ ചെല്ലുമ്പോൾ ഇവർ മുഴുവൻ കാണുന്നത് എന്താ? അയ്യോ, വെട്ടമില്ല, വെളിച്ചമില്ല, AC ഇല്ല, കുന്തമില്ല, കുറുവടിയില്ല, വണ്ടിയില്ല, വാഷിംഗ് മെഷീൻ ഇല്ല. ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് സിറ്റിക്കാർക്ക് തോന്നുന്നതാണ്. കാരണം നമ്മൾ ലക്ഷറിയിൽ ജീവിക്കുന്നവരാണ്, നമുക്ക് അതില്ലാതെ പറ്റില്ല. അതില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ അവരതിൽ കംഫർട്ടബിൾ ആണ്. പക്ഷെ നമ്മളുടെ വിചാരം അവിടെ ചെല്ലുമ്പോൾ അയ്യോ ഇവരെങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അന്തം അവരെ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. അവരുടെ ജീവിതം നമ്മൾ ആസ്വദിക്കുകയല്ല ചെയ്യുന്നത്, അവരെ കുറച്ച് കാണിക്കും. ഭയങ്കര കഷ്ടപ്പാടാണല്ലേ എന്ന് അവരെ കാണുമ്പോൾ 2-3 പ്രാവശ്യം ചോദിക്കും, ഭയങ്കര കഷ്ടപ്പാടാണല്ലേ എന്ന്. മനസ്സിലായി? ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ വിചാരം, നിങ്ങളുടെ പേഴ്സൺ ജീവിക്കുന്ന ആ ഒരു സ്ഥിതിയിലല്ലാത്തവരെല്ലാവരും ഭയങ്കര കഷ്ടപ്പാടിലൂടെ ജീവിക്കണം. അപ്പോൾ അവരുടെ ലൈഫ് ബെറ്റർ ആക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തേർഡ് പാർട്ടി അത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പൈസ അടിക്കണമെന്നും ഒരു തേർഡ് പാർട്ടി കണക്ഷൻ വെക്കണമെന്നും ഈ തേർഡ് പാർട്ടിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കാര്യമല്ല തേർഡ് പാർട്ടിക്ക് വേണ്ടത്. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോൾ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ട് കണക്കാക്കുകയാണ്. ഇത് പേഴ്സൻ്റെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം, പാവം എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ. അത് തേർഡ് പാർട്ടി പറഞ്ഞിട്ടല്ല, നിങ്ങളുടെ പേഴ്സൺ അങ്ങ് ചിന്തിച്ചെടുക്കുകയാണ്. തേർഡ് പാർട്ടി ഭയങ്കര കഷ്ടപ്പാടിലാണ്, ഈ പേഴ്സണൽ ലൈഫ് ബെറ്റർ ആക്കണം എന്ന്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി വിവാഹമോചിതയോ ആയിരിക്കാം. അപ്പോൾ ഇവരുടെ ഫാമിലി ആയിട്ട് തേർഡ് പാർട്ടിയെ യോജിപ്പിച്ച് കൊടുക്കണമെന്ന് വരെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ബന്ധുക്കളെല്ലാം തപ്പുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഭയങ്കര സിമ്പതിയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട്. അപ്പോൾ ഇവർക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും, പാവം ആരുമില്ല എന്നൊക്കെ ഒരു ടെൻഷനാണ്, ഫിനാൻഷ്യൽ പ്രശ്നമുണ്ട്. പക്ഷെ തേർഡ് പാർട്ടിയോട് ചോദിക്കുന്നില്ല തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. ചിലപ്പോൾ വീട്ടുകാർ ഈ പേഴ്സണെ സ്വഭാവം കൊണ്ട് ഈ പേഴ്സണെ ഉപേക്ഷിച്ചതായിരിക്കാം. ഈ തേർഡ് പാർട്ടി വേറെ റിലേഷൻഷിപ്പൊക്കെ വെച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ടായിരിക്കാം ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഉപേക്ഷിച്ചത്. മനസ്സിലായോ? അല്ല, ഇവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇവർ ഈ നിലയിലേക്ക് വന്നേക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന അയ്യോ പ്രായമായ ഒരു എനർജിയാണ്, പാവം ഈ പേഴ്സൺ എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചു പോകുന്നതിന് മുമ്പേ ഈ പേഴ്സൻ്റെ ഫാമിലിയെ തപ്പിയെടുത്ത് ഇവരെ പേഴ്സണെ ഏൽപ്പിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷെ അത് തേർഡ് പാർട്ടിക്ക് ഒരു തലവേദനയാണ്. നിങ്ങളുടെ പേഴ്സൺ താമസിയാതെ അത് തലവേദനയായിട്ട് മാറും. മനസ്സിലായോ? ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ എന്താണ്? ഇവർ തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ? ഈ
പാട്ടുകാർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പഴയ ഒരു പാട്ടുകാരിയെ കണ്ടിട്ട് അവരവിടെ ഭിക്ഷാടനം നടത്തുകയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഈ ഹൈ സൊസൈറ്റിയിലുള്ള പാട്ടുകാർ അവർക്കൊരു ചാൻസ് കൊടുക്കും. പക്ഷേ ആ ഒരു ഒറ്റ പാട്ടേ അവർ പാടുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും അവരുടെ ജീവിതം അവരുടെ മകള് വന്നവരെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചീത്തപ്പേരാക്കി. ആരും അറിയാതെ കിടന്നിരുന്ന ഒരു എനർജി, അത് വിവരമില്ലാത്ത കുറേ ആളുകൾ അവരെ കൊണ്ടുവന്ന് ഫേമസ് ആക്കാൻ നോക്കിയിട്ട് അത് ബാക്ക് ഫയർ ചെയ്തിട്ട് അവർ മുമ്പ് ജീവിച്ചതിലും കഷ്ടമായിട്ട് അവരുടെ ജീവിതം മാറ്റിയെടുത്തു. അതാണ് നമ്മൾ എന്താണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതല്ല, അവർക്ക് എന്താണ് അവർക്ക് വേണ്ടത്. മനസ്സിലായി? നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരെ ഞാൻ അവിടെ കൊണ്ടുപോകാൻ, ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സ് തരാം, മാന തരാം, തേന തരാം, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് 100 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ദൈവം ഓരോരുത്തരെയും ഓരോ സിറ്റുവേഷനിൽ കൊണ്ടുപോകുന്നത് അതിന് ഓരോ കാര്യങ്ങളുണ്ട്. മനസ്സിലായി? അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഭയങ്കരമായിട്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്യാനാണ്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഭയങ്കര കമ്പാഷനറ്റ് ആണ് തേർഡ് പാർട്ടിയോട്. തേർഡ് പാർട്ടിയെ കാണാൻ ചെല്ലുന്നു, തേർഡ് പാർട്ടിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, തേർഡ് പാർട്ടിയുടെ ബന്ധുക്കൾ അന്വേഷിച്ച് നടക്കുന്നു, ആകെ വേളം. അപ്പോൾ ഇത് തേർഡ് പാർട്ടിക്ക് അത്ര വലിയ പിടുത്തം ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറായിട്ടുള്ള ഈ ഒരു കണക്ഷൻ കൊണ്ടുവരാനുള്ള ട്രൈ ചെയ്ത് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായിട്ടുണ്ട്. മനസ്സിലായി? കാരണം തേർഡ് പാർട്ടിയുടെ പഴയ കാര്യങ്ങൾ പൊങ്ങി വന്നു കഴിഞ്ഞാൽ 4 പേര് അറിയാനിട വന്നാൽ തേർഡ് പാർട്ടിക്ക് വളരെ ഒരു തലവേദനയായിട്ട് മാറും. അത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നില്ല. ഓരോരുത്തർ വളരെ സീക്രട്ടീവായിട്ടുള്ള ജീവിതം നയിക്കുന്നവർ ആ സീക്രട്ടായ ജീവിതം നയിക്കുന്നതിനൊരു കാര്യമുണ്ടാവാം. മനസ്സിലായി? എല്ലാവർക്കും പ്രശസ്തി വേണ്ട, എല്ലാവർക്കും പണം വേണ്ട, എല്ലാവർക്കും പ്രശസ്തി ഗുണം ചെയ്യില്ല. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങളുടെ പേഴ്സൺ ഇല്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ഈ കരുതൽ തേർഡ് പാർട്ടിക്ക് ഒരു പണിയായിട്ടാണ് വരുന്നത്. അതാണ് ഇവിടെ പ്രശ്നമാകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ടോറസ്, സ്കോർപിയോ, സാജിറ്റേറിയസ് ഉണ്ട്. പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ഉണ്ട്. ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്. പിന്നെയും അക്വേറിയസ് ഉണ്ട്. പിന്നെ ഏരീസ് ഉണ്ട്. പിന്നെയും ഏരീസ് ഉണ്ട്. വെർഗോ, പൈസീസ്, വെർഗോ, ക്യാൻസർ, പൈസീസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ച് തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.